അഞ്ചാം ഘട്ടത്തിൽ 49 മണ്ഡലങ്ങൾ നാളെ പോളിംഗ് ബൂത്തിലേക്ക്. റായ്ബറേലി രാഹുൽ ഗാന്ധിയിലൂടെ നിലനിർത്തുമോ കോൺഗ്രസ്? അമേഠി തിരിച്ചു പിടിക്കുമോ? ശിവസേനയുടെ കോട്ടയിൽ ജനം തിരഞ്ഞെടുക്കുക ഏത് സേനയെ? അഞ്ചാം ഘട്ടം ആർക്കനുകൂലം? 7 ഘട്ടങ്ങളായുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ ഏറ്റവും കുറവ് മണ്ഡലങ്ങൾ പോളിംഗ് ബൂത്തിലെത്തുന്നത് നാളെയാണ്. 49 മണ്ഡലങ്ങൾ. പക്ഷേ അതുകൊണ്ട് തെരഞ്ഞെടുപ്പിൻ്റെ വീറും വാശിക്കൊന്നും ഒട്ടും കുറവില്ല. ശക്തമായിട്ടുള്ള മത്സരങ്ങൾ നടക്കുന്ന മണ്ഡലങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ച് റായ്ബറേലിയും അമേഠിയും. രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന റായ്ബറേലി, കഴിഞ്ഞ തവണ കോൺഗ്രസിന് നഷ്ടപ്പെട്ട അമേഠി, അങ്ങനെ സ്റ്റാർ മണ്ഡലങ്ങൾ വേണ്ടുവോളമുണ്ട്. സുബീഷ്, ഇതിലിപ്പോൾ ഈ 49 കണക്ക് നോക്കിയാൽ 2019 BJPക്ക് കിട്ടിയത് 32 സീറ്റുകളാണ്. ശിവസേനയ്ക്ക് കിട്ടിയത് 7, JDUവിന് 1, LJPക്ക് 1. അതോടൊപ്പം കോൺഗ്രസും നാഷണൽ കോൺഫറൻസും ഓരോ സീറ്റ് നേടുന്നു. തൃണമൂലിന് 4 സീറ്റ്, ഒഡീഷയിൽ BJD 2 അപ്പോൾ ഇതാണ് നിലവിലെ ചിത്രം. BJPക്ക് ഭൂരിപക്ഷമുണ്ട്. പക്ഷെ ഇത്തവണ എങ്ങനെ കാര്യങ്ങൾ മാറി മറിയും എന്നുള്ളത് എല്ലാവരും ഉറ്റുനോക്കുകയാണ്. കോൺഗ്രസിന് കിട്ടിയത് ഒറ്റ സീറ്റാണ്, ഒറ്റ സീറ്റ് മാത്രമാണ്, അത് റായ്ബറേലി. അവരുടെ കുടുംബ സീറ്റ് തട്ടകം. അത് ഇത്തവണ കൈവിടുമോ എന്നുള്ളതാണ് എല്ലാവരും. കോൺഗ്രസിനെ പോലും ഒരുപക്ഷെ രാഹുൽ ഗാന്ധി ഇറങ്ങുമ്പോൾ വലിയ പ്രതീക്ഷയുണ്ടെങ്കിൽ പോലും ഉള്ളിലൊരു പേടി എന്തായാലും കാണും. അതെ, തീർച്ചയായിട്ടും സായി പറഞ്ഞതിൽ നിന്നും ഞാൻ തുടങ്ങാം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ 5ാം ഘട്ടം കോൺഗ്രസിനും BJPക്കും ഒരുപോലെ നിർണായകമാണ് എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ച് അത് അതീവ നിർണായകമാണ്. ഇപ്പോൾ തുടക്കത്തിൽ സായി സൂചിപ്പിച്ച ആ ഒരു കണക്കിൽ 49 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കാണ് നാളെ വോട്ടെടുപ്പ് നടക്കുന്നത്. 32 വിജയിച്ചത് BJP ആണ്. ഒറ്റ സീറ്റിൽ മാത്രമാണ് കോൺഗ്രസിൻ്റെ ജയം, അത് റായ്ബറേലി മാത്രവുമാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ 2009 പോയാൽ 2009 ഇതേ 49 സായി 14 ജയിച്ചത് കോൺഗ്രസ്സാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് എന്തുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ 5ാം ഘട്ടം നിർണായകമാകുന്നു എന്ന് ചോദിച്ചാൽ 1-2 കാര്യങ്ങൾ തുടക്കത്തിൽ വിശദീകരിക്കാനുള്ളത്. ഇനിയൊരു കാത്തിരിപ്പ് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് അസാധ്യമാണ്, അസഹ്യമാണ്. കാരണം നോക്കൂ, കോൺഗ്രസിനെ പോലുള്ള ദേശീയ പാരമ്പര്യമുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടി കഴിഞ്ഞ 10 വർഷമായി അധികാരത്തിൽ നിന്നും മാറി പ്രതിപക്ഷത്തിരിക്കുകയാണ്. ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ 1ാം ഘട്ടം വോട്ടെടുപ്പ് വരേക്കും നമ്മൾ കണ്ടത് സായി കോൺഗ്രസിലെ നേതൃനിരയിൽ നിന്നും BJP അടക്കമുള്ള ഇതര രാഷ്ട്രീയ പാർട്ടികളിലേക്കുള്ള നേതാക്കളുടെ ഒരു പ്രവാഹമാണ്. അതിനൊരു കാരണം കേസുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ്, അറസ്റ്റിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ്, ഒക്കെയാണ് എന്നൊക്കെ നമ്മൾ സാങ്കേതികമായി വിശദീകരിക്കുമ്പോഴും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കോൺഗ്രസ്സിന് തങ്ങളുടെ നേതൃനിരയിലുള്ള പ്രമുഖരെ പോലും തങ്ങളുടെ പാർട്ടിയിൽ പിടിച്ചു നിർത്താനുള്ള കഴിവ്, സംഘടനാ വൈഭവം, സംഘടനാ സംവിധാന ചാരുത നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ്. അപ്പോൾ ആലോചിച്ചു നോക്കൂ, ഇനിയിപ്പോൾ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ജനവിധി എന്താകും എന്നറിയാൻ ഇനി ചുരുങ്ങിയ ദിവസങ്ങളുടെ കാത്തിരിപ്പ് മാത്രമേ ഉള്ളൂ. ജൂൺ 4 ഇതാ അരികിലെത്തി, അല്ലേ? ഇതിപ്പോൾ 5ാം ഘട്ടം വോട്ടെടുപ്പാണ്. 6-7 നാളെ കൂടി കഴിഞ്ഞാൽ 2 ഘട്ടം വോട്ടെടുപ്പ് കൂടി തീർന്നാൽ പിന്നെ ജൂൺ 4 മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രമേ ബാക്കിയുള്ളൂ. ജൂൺ 4 വൈകുന്നേരമാകുമ്പോഴേക്കും അറിയാം കോൺഗ്രസിൻ്റെ ഭാവി എന്ത്, കോൺഗ്രസിൻ്റെ വിധി എന്ത് എന്ന്. അത് തിരിച്ചാണെങ്കിൽ ഇപ്പോൾ BJPക്ക് കേവല ഭൂരിപക്ഷം കിട്ടുന്നു, NDA സഖ്യം വീണ്ടും അധികാരത്തിൽ വരുന്നു, നരേന്ദ്രമോദി വീണ്ടും പ്രധാനമന്ത്രിയാകുന്നുവെങ്കിൽ അടുത്ത 5 വർഷം കൂടി അധികാരത്തിൽ നിന്നും മാറി പ്രതിപക്ഷത്തിരിക്കേണ്ടി വരുന്ന ഒരു ഗതികേട് കോൺഗ്രസിന് തുറിച്ചു നോക്കുകയാണ്. അവിടെയാണ് ഈ 5ാം ഘട്ടം നിർണായകമാകുന്നത്. ഈ 5ാം ഘട്ടത്തിൽ 2009 കിട്ടിയ 14 സീറ്റെങ്കിലും കോൺഗ്രസിന് കിട്ടിയില്ലെങ്കിൽ ഇനിയൊരു വെയിറ്റിംഗ്, ഇനിയൊരു അധികാരത്തിൽ നിന്നും മാറി നിൽക്കൽ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് അത് ചിന്തിക്കാനേ പറ്റില്ല. അടുത്ത 5 വർഷം കഴിഞ്ഞാൽ കോൺഗ്രസ് പാർട്ടിയിൽ ആരൊക്കെ ശേഷിക്കും എന്നറിയാനുള്ള ഒരു ഏറ്റവും നിർണായകമായ വോട്ടെടുപ്പിൻ്റെ മണിക്കൂറുകളിലേക്കാണ് രാജ്യം ഇനി നീങ്ങുന്നത്. പക്ഷേ ഇനി യു പിയിലേക്ക് വന്നാൽ യുപിയിൽ അവിടെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് 5ാം ഘട്ടം നിർണായകമാകുന്നത്. സായി, റായ്ബറേലി എന്ത് തന്നെ വന്നാലും റായ്ബറേലിയിൽ രാഹുലിന് ജയിച്ചേ പറ്റൂ.
രണ്ടാമത്തെ കാര്യം, അമേഠി അഭിമാന പോരാട്ടമാണ്. അമേഠി സ്മൃതി ഇറാനിയിൽ നിന്നും BJP-യിൽ നിന്നും തിരിച്ചു പിടിച്ചേ പറ്റൂ. എനിക്ക് തോന്നുന്നത് UP ഇത്തവണ അല്പമെങ്കിലും മാറി ചിന്തിക്കും എന്നാണ്. കാരണം UP-യിൽ രാഹുൽ പലപ്പോഴും ഇല്ല, ഒറ്റയ്ക്ക് പട നയിക്കുന്നത് അഖിലേഷ് യാദവാണ്. ഇപ്പോൾ തെലങ്കാനയിലൊക്കെ നമ്മൾ കണ്ട രേവന്ത് റെഡ്ഡി എന്ന് പറയുന്ന ഫയർ ബ്രാൻഡിൻ്റെ ഒരു നേതൃ മികവുണ്ടല്ലോ, അത് നമ്മൾ പല ഘട്ടങ്ങളിലും UP-യിൽ കാണാൻ സാധിക്കുന്നത് അഖിലേഷ് യാദവിലാണ്. രാഹുൽ വരേണ്ട, താൻ ഇവിടെ ഉണ്ട് എന്നൊരു മെസ്സേജാണ് അഖിലേഷ് യാദവ് ഇന്ത്യ മുന്നണിക്ക് പല ഘട്ടങ്ങളിലും നൽകിയിരിക്കുന്നത്. അവിടെ ഈ അഖിലേഷ് യാദവിൻ്റെ കനൗജിലെ പെർഫോമൻസും റായ്ബറേലിയിലെ രാഹുലിൻ്റെ പെർഫോമൻസും ഇവരുടെ രണ്ടുപേരുടെ സജീവമായ സാന്നിധ്യവും ഒപ്പം അരവിന്ദ് കെജ്രിവാൾ ജയിൽ മോചിതനായി തിരിച്ചു വന്നിരിക്കുന്നു. ഇതുകൂടി ചേർന്നപ്പോഴുണ്ടായ ചെറുതല്ലാത്ത തരംഗം അവിടെ BJP-യെ അകറ്റി നിർത്തുകയും ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു വികാരമുണർത്താൻ സാധിച്ചേക്കും. ഇന്ത്യ മുന്നണി UP-യിൽ നില മെച്ചപ്പെടുത്തും. കഴിഞ്ഞ തവണ 80 സീറ്റിൽ 62 നേടിയ BJP-ക്ക് ഇക്കുറി ആ നേട്ടം ആവർത്തിക്കാൻ കഴിയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. UP എന്തായാലും ഇത്തവണ നിർണായകമാകും. UP ആര് പിടിക്കുന്നു അവർ ഇന്ത്യ ഭരിക്കും എന്നുള്ളതാണല്ലോ നമ്മുടെ സങ്കല്പം. അതിൽ ഇത്തവണയും മാറ്റമുണ്ടാകില്ല. BJP കഴിഞ്ഞ തവണത്തേക്കാൾ നില മെച്ചപ്പെടുത്താനുള്ള പണിയാണ് കഴിഞ്ഞ കുറേ കാലമായി UP-യിൽ നടത്തുന്നത്. അവർ പറയുന്നത് റായ്ബറേലിയിലും രാഹുലിനെ തോൽപ്പിക്കും. ഇതാ നിങ്ങളുടെ യുവരാജാവ് വയനാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നു, ഇവിടെ തോറ്റത് വീണ്ടും വയനാട്ടിലേക്ക് തന്നെ പോകേണ്ടി വരും എന്നാണ് നരേന്ദ്രമോദിയുടെ പരിഹാസം. നേരത്തെ സുബീഷ് സൂചിപ്പിച്ചതുപോലെ അഖിലേഷ് യാദവ് അവിടെ ഇന്ത്യ മുന്നണിയുടെ നായകനായി മുന്നിൽ നിന്ന് തന്നെ നയിക്കുന്നുണ്ട്. ഒരു പക്ഷേ രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും കൂടി മത്സരിക്കാൻ വരേണ്ടതുണ്ട് എന്ന ഒരാഗ്രഹം അഖിലേഷിന് കൂടി ഉണ്ടായിരുന്നു. പക്ഷേ കോൺഗ്രസ് അവസാന നിമിഷം പ്രിയങ്കയെ മാറ്റി നിർത്തി രാഹുലിനെ റായ്ബറേലിയിലേക്ക് ഇടുകയാണ്. ഇവിടെ ഇപ്പോഴും BJP-ക്ക് പ്രതീക്ഷ നൽകുന്നത് കണക്കുകളിലാണ്. അതായത് 2009 നോക്കൂ, വെറും 3.8% വോട്ടുണ്ടായിരുന്ന BJP-യാണ് 2019 38-ലേക്ക് എത്തുന്നത്. എങ്ങനെയാണോ അമേഠിയിൽ അവർ രാഹുലിനെ തോൽപ്പിച്ചത്, അതേ പാറ്റേൺ ഇപ്പോൾ റായ്ബറേലിയിലും അവർക്കുണ്ട്. അതായത് ദിനേശ് പ്രതാപ് സിംഗ് എന്ന 2018 വരെ കോൺഗ്രസിലുണ്ടായിരുന്ന 2019 സോണിയാഗാന്ധിയുടെ ഭൂരിപക്ഷം കുത്തനെ കുറച്ച ആ നേതാവ് തന്നെയാണ് ഇത്തവണ BJP-ക്ക് വേണ്ടി അവിടെ മത്സരിക്കുന്നത്. മുൻപ് കോൺഗ്രസ്സുകാരനായിരുന്നു, സോണിയാഗാന്ധിയുടെ വിശ്വസ്തനായിരുന്നു. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ തന്ത്രങ്ങളെല്ലാം അറിയുന്ന ഒരാൾ. അതുകൊണ്ട് അമേഠി ഇത്തവണ ആവർത്തിക്കും റായ്ബറേലിയിൽ എന്നൊരു പ്രതീക്ഷ BJP-ക്കുണ്ട്. പക്ഷെ അവിടെ നമ്മൾ പറഞ്ഞതുപോലെ 2019 അല്ലെങ്കിൽ അതിന് മുൻപോ കണ്ട രാഹുൽ ഗാന്ധിയല്ല ഇപ്പോഴുള്ളത്. മോദിക്കൊത്ത എതിരാളിയായി രാഹുൽ മാറിയിട്ടുണ്ട്. അഖിലേഷിൻ്റെ കൂടി സംഘാടന മികവും SP വലിയ ഊർജ്ജസ്വലതയോടുകൂടി തന്നെ തെരഞ്ഞെടുപ്പ് ഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് UP ഇത്തവണ ഒരു അത്ഭുതം സംഭവിക്കും എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. പിന്നെ നമുക്ക് നാളെ ഇപ്പോൾ UP-യിൽ അയോധ്യ കൂടി ഉൾപ്പെടുന്ന മണ്ഡലത്തിൽ നാളെ ഇപ്പോൾ വോട്ടെടുപ്പുണ്ട്. സുബീഷ്, ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പോരാട്ടത്തിലേക്കൊക്കെ കടക്കുമ്പോൾ നമ്മളൊക്കെ പ്രതീക്ഷിച്ചത് അയോധ്യ ആയിരിക്കും. അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞു, അതായിരിക്കും ഒരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വിഷയമെന്നാണ്. പക്ഷേ ഏറ്റവും ഒടുവിൽ BJP-ക്ക് പോലും വലിയ താല്പര്യമില്ല അയോധ്യ രാമക്ഷേത്രം പറഞ്ഞ പ്രചാരണം നടത്താൻ. അത് വേണ്ട വിധത്തിൽ യേശുന്നില്ല എന്നാണ് ഇപ്പോൾ BJP തന്നെ തിരിച്ചറിയുന്നത്. UP-യിൽ പോലും അതൊരു അനുകൂല തരംഗം ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു വിലയിരുത്തൽ BJP ക്യാമ്പിനകത്തുണ്ട്. ഇപ്പോൾ BJP-യെ സംബന്ധിച്ച് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും നിർഭാഗ്യകരമായ 3 വസ്തുതകളിൽ ഒന്ന്, നമ്മൾ പല ഘട്ടങ്ങളിലും പറഞ്ഞിട്ടുള്ള നരേന്ദ്രമോദിയുടെ ഈ സെൽഫ് ഗോൾ തന്നെയാണ്. 400 സീറ്റ് എന്നുള്ളത്. 400 പോയിട്ടിപ്പോൾ 250 പോലും എത്തുമോ എന്നുള്ള കാര്യത്തിൽ BJP ക്യാമ്പിൽ കടുത്ത ആശങ്ക തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പിന്റെ 3 ഘട്ടങ്ങൾ പിന്നിട്ടപ്പോൾ തന്നെ ഉണ്ടായിരുന്നു. 400 ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് മോദിക്ക് തന്നെ പറയേണ്ടി വന്നു. രണ്ടാമത്തേത്, ഈ മുസ്ലിംസിനെതിരെ സംസാരിച്ചാൽ ഉത്തരേന്ത്യയിൽ വോട്ട് കിട്ടും എന്നുള്ള തെറ്റായ ധാരണ. അതൊരുപക്ഷെ 2014-ലും 2019-ലും ആ പാടത്ത് വിളവെടുക്കാൻ, ആ വയലിൽ വിളവെടുക്കാൻ മോദിക്കും BJP-ക്കും സാധിച്ചിട്ടുണ്ടാകാം. പക്ഷേ അന്നത്തെ ഇന്ത്യയല്ല ഇന്നത്തെ ഇന്ത്യ. ഇന്ത്യയുടെ മനസ്സ് മാറിയിട്ടുണ്ട്. ഇത്തവണ അതെല്ലാം മാറ്റിപ്പറയാൻ താൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് ഈ മൊഴി മാറ്റി പറയൽ പോലെ മാറ്റി പറയേണ്ടി വന്നു മോദിക്ക് എന്നുള്ളതാണ് രണ്ടാമത്തെ നിർഭാഗ്യകരമായ വസ്തുത. മൂന്നാമത്തേത് തീർച്ചയായും സായി സൂചിപ്പിച്ച അയോധ്യയാണ്. അയോധ്യ ഒരു വലിയ തരംഗമാകും എന്ന് BJP പ്രതീക്ഷിക്കുകയും അതൊന്നുമല്ലാതായി തീരുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. UP
പിയിൽ പോലും, ഇപ്പോൾ ഫൈസാബാദിൽ പോലും എനിക്ക് തോന്നുന്നില്ല അയോധ്യയുടെ പേരിൽ വലിയ രീതിയിലുള്ള ഒരു വോട്ട് സമാഹരണം BJP ലക്ഷ്യമാക്കുന്നുണ്ടെങ്കിൽ തന്നെ അതിലേക്ക് BJPക്ക് എത്തിച്ചേരാൻ സാധിക്കുമെന്ന് ഇപ്പോൾ എനിക്ക് ഫൈസാബാദിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന റിപ്പോർട്ട് അയോധ്യയിൽ അവിടെ ജാതി സമവാക്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത് എന്നാണ്. അതായത് അവിടെ SP ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായി ഒരു ദളിത് സ്ഥാനാർത്ഥിയെ നിർത്തുന്നു, BJP ഒരു ഠാക്കൂർ വിഭാഗത്തിൽ നിന്നുള്ള ഒരാളെ നിർത്തുന്നു, BSP ആകട്ടെ ഒരു ബ്രാഹ്മണ സമുദായത്തിൽ നിന്നുള്ള ഒരു കാൻഡിഡേറ്റിനെ നിർത്തുന്നു. അപ്പോൾ ഈ ഒരു ജാതി സമവാക്യമാണ് അവിടെ വർക്ക് ചെയ്യാൻ പോകുന്നത് എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം. അപ്പോൾ അയോധ്യ കണ്ട് BJP വലിയ രീതിയിൽ കൊതിക്കേണ്ടതില്ല എന്ന് എനിക്ക് തോന്നുന്നു. BJPക്ക് തന്നെയാണ് അത് ആദ്യം മനസ്സിലായത്. ആദ്യഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ പ്രചാരണത്തിൻ്റെ രീതി നരേന്ദ്രമോദി മാറ്റിയത് രാമക്ഷേത്രമൊന്നും വലിയ രീതിയിൽ ചർച്ചയാകുന്നില്ല എന്ന് കണ്ടത് തന്നെയാണ്. പ്രചാരണത്തിൻ്റെ ഓരോ ഘട്ടങ്ങൾ കഴിയുമ്പോഴും ഈ വിദ്വേഷ പ്രസംഗങ്ങളും കല്ലുവെച്ച നുണകളുമായിട്ടൊക്കെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയിൽ മോദി എത്തുന്നതും അവർ നേരത്തെ കരുതി വെച്ച ആയുധങ്ങൾക്ക് വേണ്ട ശക്തിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. മറ്റൊന്ന്, ഇപ്പോൾ UPയിൽ തന്നെ നമുക്കറിയാം മറ്റ് മത്സരങ്ങൾ കേന്ദ്രമന്ത്രിമാരൊക്കെ നാളെ മത്സരിക്കുന്നുണ്ട്. 5 കേന്ദ്രമന്ത്രിമാർ മത്സരിക്കുന്നുണ്ട്. മറ്റൊന്ന് ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിന്, അതും BJPക്ക് വലിയ തലവേദനയായിട്ടുള്ള ഒരു നേതാവാണ്. അദ്ദേഹത്തിൻ്റെ മകൻ ഇപ്പോൾ നാളെ ജനവിധി തേടുന്നതിലുണ്ട്. നാളെ ഇപ്പോൾ വോട്ടർമാർക്കിടയിൽ ഒരുപക്ഷെ ഇപ്പോൾ തന്നെ ഇന്ത്യ മുന്നണി നേതാക്കൾ പ്രധാന വിഷയമായി അത് ഉന്നയിക്കുന്നുണ്ട്. അതും ഒരുപക്ഷെ BJPക്ക് തിരിച്ചടിയാകാനുള്ള ഒരു സാധ്യത തന്നെയുണ്ട്. തീർച്ചയായിട്ടും അതിനൊരു സാധ്യതയുണ്ട്. പിന്നെ മാത്രമല്ല ലക്നൗ BJPയുടെ ഒരു കോട്ടയാണ്. കഴിഞ്ഞ 2014-ലും 2019-ലും BJP തന്നെയാണ് അവിടെ വിജയിച്ചത്. ഇക്കുറി ഹാട്രിക് വിജയം തേടുന്നു രാജ്നാഥ് സിംഗ്. അപ്പോൾ അങ്ങനെ BJPയെ സംബന്ധിച്ച് ഇപ്പോൾ റായ്ബറേലി മാറ്റി നിർത്തിയാൽ മറ്റ് 13 സീറ്റുകളും BJPയുടെ സിറ്റിംഗ് സീറ്റുകളാണ്. കൈസർഗഞ്ചിലടക്കം BJP വലിയ തിരിച്ചടി നേരിടുന്നുണ്ട് എന്നുള്ളതാണ് റിയാലിറ്റി. യെസ്, അപ്പോൾ UPയിൽ എന്തായാലും നമ്മൾ UPയിലെ എല്ലാ മണ്ഡലങ്ങളും ഇന്ത്യയിലെ പൊതുതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് നിർണായകമാണ്. ഇനിയിപ്പോൾ നാളെ ശ്രദ്ധേയമായ പോരാട്ടം നടക്കുന്നതും മറ്റൊന്ന് മഹാരാഷ്ട്രയാണ്. 13 മണ്ഡലങ്ങൾ. മഹാരാഷ്ട്ര ഇത്തവണ എല്ലാവരും ഉറ്റുനോക്കുന്നത് NCP, യഥാർത്ഥ NCP ഏതാണ്, യഥാർത്ഥ ശിവസേന ഏതാണ് എന്ന്. നാളെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഉദ്ധവ് ഷിൻഡെ വിഭാഗങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. തീർച്ചയായിട്ടും മഹാരാഷ്ട്ര ഇക്കുറി NDA സഖ്യത്തെ സംബന്ധിച്ച് അവരുടെ രാഷ്ട്രീയ പരീക്ഷണശാലയാണ്. കാരണം കൈവിട്ട ഒരു കളിക്കാണല്ലോ ഇപ്പോൾ മഹാരാഷ്ട്രയിൽ NDA സഖ്യം BJP ശ്രമിച്ചത്. കാരണം ശിവസേനയെ പിളർത്തുന്നു, ഉദ്ധവ് ഷിൻഡെ സേനാ വിഭാഗങ്ങൾ തമ്മിലുള്ളൊരു ഫൈറ്റിന് മഹാരാഷ്ട്ര, പ്രത്യേകിച്ച് മുംബൈ മേഖല സാക്ഷ്യം വഹിക്കുന്നു. അജിത് പവാറും ശരത് പവാറും 2 ചേരികളിലായി നിന്ന് NCPയിൽ ഒരു ഫൈറ്റ് ഉണ്ടാകുന്നു. ഇവിടെ സായി സൂചിപ്പിച്ചതുപോലെ ഏതാണ് യഥാർത്ഥ സേന? ഇപ്പോൾ ഷിൻഡെ പക്ഷത്തിൻ്റെ സേനയെയാണ് ഔദ്യോഗിക സേനയായിട്ട് മഹാരാഷ്ട്ര സ്പീക്കർ അംഗീകരിച്ചത്, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചത്. ശിവസേനയുടെ ചിഹ്നം എന്താണ്? അമ്പും വില്ലുമാണ്. അമ്പും വില്ലും ഷിൻഡെ പക്ഷമാണ് കൊണ്ടുപോയത് എന്നിരിക്കലും ജനങ്ങൾ ഇത് അംഗീകരിക്കുന്നുണ്ടോ എന്നറിയാനുള്ള ഏറ്റവും കൃത്യമായ ഒരവസരം വന്നിരിക്കുന്നു. അത് നാളെയാണ്. 5ാം ഘട്ടത്തിൽ മഹാരാഷ്ട്രയിലെ 5 മണ്ഡലങ്ങളിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്ന, വോട്ടെടുപ്പ് നടക്കുന്ന മഹാരാഷ്ട്രയിലെ നാളെ വോട്ടെടുപ്പ് നടക്കുന്ന 13 മണ്ഡലങ്ങളിൽ 5 മണ്ഡലങ്ങളിൽ ഞാൻ പറയാം. മുംബൈ നോർത്ത് വെസ്റ്റ്, താനെ, കല്യാൺ, മുംബൈ സൗത്ത് സെൻട്രൽ, ഈ 5 മണ്ഡലങ്ങളിൽ ഷിൻഡെയുടെ മകൻ ശ്രീകാന്ത് ഷിൻഡെ അടക്കം മത്സരിക്കുന്ന കല്യാണിലടക്കം ഈ 5 മണ്ഡലങ്ങളിലാണ് 2 സേനാ വിഭാഗങ്ങൾ നേർക്കുനേർ ഏറ്റുമുട്ടുന്നത്. ഇപ്പോൾ ഷിൻഡെ പക്ഷത്തെ സംബന്ധിച്ച് മോദി പ്രഭാവത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് അവർ മത്സരിക്കുന്നത്. എന്തൊക്കെ വന്നാലും ജനപ്രീതി തങ്ങൾക്കാണ് എന്ന് ഉദ്ധവ് പക്ഷം അവകാശപ്പെടുന്നുണ്ട്. ജനകീയ പിന്തുണ ഉദ്ധവ് പക്ഷത്തിനാണ് എന്ന് അവർ അവകാശപ്പെടുന്നുണ്ട്. ഈ പിളർപ്പിനെ തുടർന്നുണ്ടായ ഒരു സഹതാപ തരംഗം തങ്ങളെ തുണയ്ക്കും എന്ന വിശ്വാസവും ഉദ്ധവ് പക്ഷത്തിനുണ്ട്. മാത്രമല്ല പല മണ്ഡലങ്ങളിലും മുസ്ലിം വിഭാഗത്തിൻ്റെ വോട്ട് ഇക്കുറി ഉദ്ധവ് പക്ഷത്തിന് അനുകൂലമായി മാറിയിട്ടുണ്ട്. അങ്ങനെ അനുകൂലമായ ഘടകങ്ങൾ ഉദ്ധവ് പക്ഷത്തിന് ഉണ്ട് എങ്കിലും മോദി പ്രഭാവത്തിൻ്റെ ഒരു പശ്ചാത്തലം, സാഹചര്യം തങ്ങളെ തുണയ്ക്കുമെന്ന പ്രതീക്ഷയിലാണ് ഷിൻഡെ പക്ഷം മുന്നോട്ട് പോകുന്നത്. എന്തായാലും ജനങ്ങളെ സംബന്ധിച്ച് ഇതിൽ ഏത് സേനയെ തങ്ങൾ തിരഞ്ഞെടുക്കണം, ഏതാണ് യഥാർത്ഥ ശിവസേന എന്ന് ജനങ്ങൾക്ക് തീരുമാനിക്കാനുള്ള ഒരു അവസരമാണ് മഹാരാഷ്ട്രയിലെ 5 മണ്ഡലങ്ങളിൽ സേനാ വിഭാഗങ്ങൾ പരസ്പരം ഏറ്റുമുട്ടുന്ന നാളെ നടക്കാനിരിക്കുന്ന വോട്ട്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം അതിന്റെ അവസാന ലാപ്പിലെത്തുമ്പോൾ എനിക്ക് തോന്നുന്നു ഉദ്ധവ് പക്ഷമൊക്കെ വലിയ ആത്മവിശ്വാസത്തിലാണ്. മോദിയെ എന്തായാലും ഇത്തവണ ഭരണത്തിൽ നിന്ന് മാറ്റുമെന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട് ഉദ്ധവ് താക്കറെ. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഉദ്ധവ് താക്കറെയുടെ ഒരു പ്രസക്തമായ പ്രസംഗം വന്നത് BJP NDA വീണ്ടും അധികാരത്തിലെത്തിയാൽ അവർ ആദ്യം നിരോധിക്കാൻ പോകുന്നത് RSS ആയിരിക്കും എന്നാണ് ഉദ്ധവ് താക്കറെ പറയുന്നത്. JP നദ്ദയുടെ വാക്കാണ് അദ്ദേഹം കടമെടുക്കുന്നത്. അതായത് JP നദ്ദ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഇനി RSSന്റെ തണലിൽ BJPക്ക് വളരേണ്ടതില്ല, അതിനേക്കാൾ അപ്പുറം വളർന്നു കഴിഞ്ഞു എന്ന് നദ്ദ പറഞ്ഞത് RSSനെ നിരോധിക്കാൻ പോവുകയാണ് എന്ന്
ഉദ്ധവ് താക്കറെ വോട്ടർമാർക്കിടയിൽ പറയാൻ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും RSSനും ഹൈന്ദവ വോട്ടുകൾക്കുമൊക്കെ നല്ല സ്വാധീനമുള്ള വോട്ടർമാർ തന്നെയാണല്ലോ മഹാരാഷ്ട്രയിലുള്ളത്. അത് അവിടെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും. അങ്ങനെ മോദിക്കെതിരായിട്ടുള്ള പ്രചാരണങ്ങൾക്ക് മൂർച്ച കൂട്ടാൻ ഉദ്ധവ് താക്കറെ അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രചാരണ യോഗങ്ങളിലും ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ BJPയുടെ രാഷ്ട്രീയ പരീക്ഷണങ്ങൾ എത്ര കണ്ട് വിജയിച്ചു മഹാരാഷ്ട്രയിൽ എന്നുള്ളത് അവിടെ കാണാം. ഇപ്പോൾ അജിത് പവാറിനെ ഇങ്ങോട്ടേക്ക് എടുത്തതിലും ഇപ്പോൾ തന്നെ അവിടെ അസ്വാരസ്യം ഉരുണ്ടുകൂടിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പ്രചാരണ യോഗങ്ങളിലൊന്നും അജിത് പവാർ എത്തുന്നില്ല. അദ്ദേഹം ഫോൺ തന്നെ സ്വിച്ച് ഓഫ് ചെയ്ത് മുങ്ങി എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ പല കോണുകളിൽ നിന്ന് അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനത്ത് അല്ലെങ്കിൽ മന്ത്രിസഭയിൽ വേണ്ടത്ര പ്രാതിനിധ്യം കിട്ടിയില്ല, സ്ഥാനാർത്ഥി പരിഗണന കിട്ടിയില്ല എന്നൊക്കെയുള്ള പരാതികൾ ഇപ്പോൾ തന്നെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വോട്ടെടുപ്പിൽ എത്ര കണ്ട് പ്രതിഫലിക്കും എന്ന് കണ്ടറിയണം. അങ്ങനെയാണെങ്കിൽ നഷ്ടമുണ്ടാകുന്നത് BJPക്ക് തന്നെയായിരിക്കും. മഹാരാഷ്ട്രയിൽ വലിയ ലാഭം കണ്ടുകൊണ്ടാണ് ഇത്തരം പരീക്ഷണങ്ങൾക്ക് BJP മുതിർന്നത്. ഒരുപക്ഷെ ജനകീയ അംഗീകാരം ഉദ്ധവ് പക്ഷത്തിനും ശരത് പവാറിനും ഒക്കെ കിട്ടുകയാണെങ്കിൽ അത് ഇന്ത്യ മുന്നണിക്കായിരിക്കും വലിയ നേട്ടമുണ്ടാക്കാൻ പോകുന്നത്. ആലോചിച്ച് നോക്കൂ, ഈ പ്രതീക്ഷിച്ച ഒരു കേവല ഭൂരിപക്ഷത്തിലേക്ക് BJP എത്തുകയോ അല്ലെങ്കിൽ NDA സഖ്യം എത്താതിരിക്കുകയോ ചെയ്യുന്ന ഘട്ടത്തിൽ ഈ പറയുന്ന അജിത് പവാർ പക്ഷമൊക്കെ വിട്ടുപോകാനുള്ള സാധ്യത കൂടുതലാണെന്നേ. ഇപ്പോഴുള്ള ഒരു വലിയ പിന്തുണയോ ഒന്നും ഇവർ തുടർന്നുള്ള നാളുകളിൽ BJPക്ക് കിട്ടിയെന്ന് വരില്ല ഇവരിൽ നിന്ന്. അതെ, ഇനിയിപ്പോൾ മറ്റ് 5 മണ്ഡലങ്ങൾ, കടുത്ത മത്സരം നടക്കുന്ന 5 മണ്ഡലങ്ങളുള്ളത് ബീഹാറിലാണ്. അവിടെ സരൺ മണ്ഡലത്തിൽ BJP നേതാവ് രാജ് പ്രതാപ് റൂഡിയും ലാലു പ്രസാദ് യാദവിൻ്റെ മകൾ രോഹിണി ആചാര്യയും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. അവിടെ സുബീഷ്, ഒരു കൗതുകമുള്ള കാര്യം, ഈ ലാലു പ്രസാദ് യാദവിന് വൃക്ക നൽകിയത് രോഹിണിയാണ്. അവിടെ തെരഞ്ഞെടുപ്പിൽ അത് വലിയ രീതിയിൽ പ്രചാരണ വിഷയമായി തന്നെ വരുന്നു. ലാലു പ്രസാദ് യാദവ് തന്നെ അവിടെ പ്രചാരണ യോഗങ്ങളിലൊക്കെ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് നമ്മൾ ആദ്യഘട്ടം മുതൽ ബീഹാറിനെ കുറിച്ച് പറയുമ്പോൾ പറഞ്ഞ കാര്യം, നിതീഷ് കുമാർ അവിടെ വലിയൊരു രാഷ്ട്രീയ ചതി നടത്തിയിട്ടുണ്ട് എന്നുള്ളൊരു പൊതുവികാരം അവിടെ ആകെ ഉണ്ട്. തേജസ്വി യാദവ് ആകട്ടെ, നേരത്തെ നമ്മൾ UPയിൽ അഖിലേഷിനെ പറഞ്ഞതുപോലെ തേജസ്വി യാദവും അതുപോലെ ഒരു പ്രധാനപ്പെട്ട യങ് ലീഡറായി ഇപ്പോൾ അവിടെ ഉയർന്നു കഴിഞ്ഞു. അവിടെയും NDAക്ക് അത്ര എളുപ്പമല്ല കാര്യങ്ങൾ. NDAക്ക് എളുപ്പമല്ല കാര്യങ്ങൾ എന്ന് മാത്രമല്ല, തേജസ്വി യാദവിൻ്റെ ഉദയം വലിയ ഇമ്പാക്റ്റിന് കാരണമായിട്ടുണ്ട്. ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ ജയിൽ മോചിതനായി തിരിച്ചെത്തിയതിന് ശേഷം ആദ്യം പൊതുജനങ്ങളെ അഡ്രസ്സ് ചെയ്യുമ്പോൾ ഡൽഹിയിൽ നടത്തിയ പ്രസംഗം, അതാണല്ലോ ഒരു വലിയ ട്വിസ്റ്റിന് കാരണമായത്. സായി, അവിടെ എടുത്തു പറഞ്ഞ പേരുകളിൽ ഒന്ന് തേജസ്വി യാദവിൻ്റെതാണ്. പിണറായി വിജയൻ, സ്റ്റാലിൻ, മമതാ ബാനർജി, തേജസ്വി യാദവിനെ പോലും ഒരുപക്ഷെ നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വന്നാൽ ജയിലിലടയ്ക്കും. അതുകൊണ്ട് നിങ്ങൾ ഇന്ത്യ സഖ്യത്തിനൊപ്പം നിൽക്കൂ, ഇന്ത്യ മുന്നണിക്കൊപ്പം നിൽക്കൂ എന്നാണ് കെജ്രിവാൾ പറഞ്ഞത്. അവിടെ ഇപ്പോൾ ഈ മാറി മാറി ഒരു നിലപാടിലും ഉറച്ചു നിൽക്കാത്ത നിതീഷിന് എന്തിന് വോട്ട് ചെയ്യണം നിങ്ങൾ എന്ന ഒരു ചോദ്യമുണ്ടല്ലോ. ആ മെസ്സേജ് ബീഹാറിലെ ജനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇന്ത്യ മുന്നണി വിശ്വസിക്കുന്നത്. അതോടൊപ്പം തേജസ്വി യാദവിനെ പോലുള്ള, നേരത്തെ സായി പറഞ്ഞത് ശരിയാണ്, ഇപ്പോൾ തെലങ്കാനയിൽ രേവന്ത് റെഡ്ഡി, UPയിൽ അഖിലേഷ് യാദവ്, ബീഹാറിൽ തേജസ്വി യാദവ്, ഇങ്ങനെ ഇപ്പോൾ മറ്റേതെന്താണ് ഒരു രാഹുൽ മാത്രമാണ്. ഇപ്പോൾ നോക്കൂ, ഓരോ സ്റ്റേറ്റിലും ഇതുപോലെ ഇങ്ങനെ ഉദിച്ചുയരുകയാണ് കുറേ സൂര്യന്മാർ. തമിഴ്നാട്ടിൽ സ്റ്റാലിനുണ്ട്. അങ്ങനെ അപ്പോൾ ഇതൊരു ബഹുസ്വരതയുടെ സന്ദേശം നൽകുന്നു. ഇപ്പോൾ ഏക കേന്ദ്രീകൃതമല്ലാത്ത വ്യവസ്ഥയ്ക്കപ്പുറം ഒരു ബഹുസ്വരമായ രാഷ്ട്രീയ വ്യവസ്ഥയുടെ സന്ദേശമാണ് ഇന്ത്യ മുന്നണി നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ ഈ അണിയിൽ ഒരാളാണ് തേജസ്വി യാദവ്. അപ്പോൾ തേജസ്വി യാദവ് നയിക്കുന്ന ഒരു നിര അവിടെ നിൽക്കുന്നു. ഈ നിതീഷുമായുള്ള സഖ്യം വേണ്ടിയിരുന്നില്ല എന്നൊരു തോന്നലിലേക്ക് NDA സഖ്യം എത്തിച്ചേരുന്നു. ഇതെല്ലാം കൂടി ബീഹാറിൽ NDAക്ക് അനുകൂലമല്ലാത്ത ഒരു ജനവികാരം ഉയരാൻ സാധ്യതയുണ്ട് എന്നാണ് എൻ്റെ വിലയിരുത്തൽ. അതെ, ഇപ്പോൾ സുബീഷ് സൂചിപ്പിച്ചതുപോലെ ഈ ഇന്ത്യ മുന്നണി എന്നുള്ള ഒരു പേര് പ്രതിപക്ഷ ഐക്യത്തിന് കൊടുക്കുമ്പോൾ നമ്മൾ ആദ്യം ഒരു കൗതുകമുണ്ടായിരുന്നു. പക്ഷേ അത് എന്താണോ അവർ ഉദ്ദേശിച്ച ആ രീതിയിലേക്ക് ഇപ്പോൾ ഓരോ സംസ്ഥാനങ്ങളിൽ നിന്നും ഓരോ നേതാക്കൾ ഉദയം കൊള്ളുകയാണ്. അത് ഏറ്റവും കൂടുതൽ വിരളി പിടിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ പ്രധാനമന്ത്രിയെ തന്നെയാണ്, നരേന്ദ്രമോദിയെ തന്നെ. ഏറ്റവും ഒടുവിൽ അദ്ദേഹം വാവിട്ട് വാക്കുകൾ ഉപയോഗിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. ഇപ്പോൾ ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തുകയാണെങ്കിൽ ബുൾഡോസർ ഉപയോഗിച്ച് അയോധ്യ ക്ഷേത്രം തകർക്കും എന്ന് വരെ നരേന്ദ്രമോദി പറഞ്ഞു കഴിഞ്ഞു. അതൊക്കെ വീണ്ടും ബുൾഡോസർ രാഷ്ട്രീയം ചർച്ചയാക്കാൻ ഇടവരുത്തുകയാണ്. ആരാണ് അതിൻ്റെ ഇവിടെ ബുൾഡോസർ രാഷ്ട്രീയം നടത്തുന്നത് എന്നൊക്കെ വോട്ടർമാർക്കിടയിൽ ഒരിക്കൽ കൂടി ചർച്ചയാക്കാൻ അത് ഗുണം ചെയ്തു. അതുമാത്രമല്ല, അദാനിയുടെ അംബാനിയുടെയും പേര് ആദ്യഘട്ടങ്ങളിലൊന്നും ഉണ്ടായിട്ടേ ഇല്ല. അതുകൂടി എടുത്തിട്ട് കൊടുത്തത് പ്രധാനമന്ത്രിയാണ്. അപ്പോൾ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും ഒക്കെ ഒരു വിരളി പിടിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം RSS ഒന്നും പഴയതുപോലെ അത്ര ആക്റ്റീവ് അല്ല UPയിൽ നിന്നൊക്കെ എന്നൊക്കെയുള്ള റിപ്പോർട്ടുകളൊക്കെ ഇപ്പോൾ വന്നുകൊണ്ടിരുന്നു. അതായത് RSS എങ്ങനെയാണ് അടിത്തട്ടിൽ പ്രവർത്തിച്ചിരുന്നത് BJPക്ക് വേണ്ടി എന്നുള്ളതൊക്കെ നമ്മൾ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും കണ്ടതാണ്. പക്ഷേ ഇത്തവണ
ഈ മൂന്നാം വട്ടം 400 സീറ്റൊക്കെ നേടി ഞങ്ങൾ വീണ്ടും വരും എന്നൊക്കെ നരേന്ദ്രമോദി പറയുന്നുണ്ടെങ്കിലും RSSന് അത്ര കണ്ട ആവേശമില്ല എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. തീർച്ചയായിട്ടും അതൊരു ശരിയാണ്. അപ്പോൾ അത്തരം ഘടകങ്ങൾ NDA സഖ്യത്തിൻ്റെ ആത്മവിശ്വാസത്തെ ഇല്ലാതാക്കുകയും ഇപ്പോൾ അഞ്ചാം ഘട്ടത്തിലേക്ക് അടുക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒന്ന്, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒന്നാം ഘട്ടം വോട്ടെടുപ്പ് നടക്കുന്നതിൻ്റെ തലേന്ന് നോക്കൂ, നമ്മൾ ആരും ധരിച്ചിരുന്നില്ല ഇന്ത്യ മുന്നണി വീണ്ടും അധികാരത്തിലേക്ക് എത്തും എന്നോ. അങ്ങനെ ഒരു കോൺഫിഡൻസ് അവരിൽ ഉണ്ടെന്ന് പോലും ഇന്ത്യ മുന്നണിയിൽ ഉൾപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകരോ നേതാക്കളോ പോലും അവരുടെ ഒരു ശരീരഭാഷയിലോ വാക്കുകളിലോ ഒന്നും അതുണ്ടായിരുന്നില്ല. പക്ഷേ അഞ്ചാം ഘട്ടത്തിലേക്ക് പോകുമ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രീയ സാഹചര്യം മാറിയിരിക്കുന്നു. മോദിയുടെ മുഖത്താണ് ഇപ്പോൾ പരിഭ്രമം. ഇന്ത്യ മുന്നണി നേതാക്കളുടെ മുഖത്ത് വർദ്ധിച്ച ആത്മവിശ്വാസം ഉണ്ടായിരിക്കുന്നു. അത് ഇരട്ടിയാക്കാൻ അരവിന്ദ് കെജ്രിവാളിൻ്റെ ജയിൽ മോചിതനായി തിരിച്ചുവന്ന കെജ്രിവാളിൻ്റെ ഡൽഹി പ്രസംഗം കാരണമാവുകയും ചെയ്തിട്ടുണ്ട്. അഞ്ചാം ഘട്ടത്തിലേക്ക് അടുക്കുമ്പോൾ സായി നമുക്കിത് എങ്ങനെ ഉപസംഹരിക്കാം? അതായത് അഞ്ചാം ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഇതുവരെ കണ്ടതല്ല, ഇനിയും ഒരുപാട് കാഴ്ചകൾ, യുദ്ധങ്ങൾ, പോരാട്ടങ്ങൾ നമുക്ക് കാണാനുണ്ട്. ഡൽഹിയിലും ഹരിയാനയിലും വോട്ടെടുപ്പ് നടക്കാനിരിക്കുന്നു 6ാം ഘട്ടത്തിൽ. എന്തായാലും നമ്മൾ ജൂൺ 4 അടുത്തുകൊണ്ടിരിക്കുന്നു. ആരാണ് വാഴാൻ പോകുന്നത്, ആരാണ് വീഴാൻ പോകുന്നത് എന്നറിയാൻ ഇനി വളരെ ചെറിയ ദൂരം മാത്രമേ ഉള്ളൂ. 5 കഴിഞ്ഞാൽ 6, ഏറ്റവും ഒടുവിൽ 7. ICL Finco, the intelligent choice.